വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ഇർഷാദ് ഖാൻ. ഇപ്പം നമ്മുടെ ഏകലവ്യയുടെ നോട്ടിഫിക്കേഷൻ ലൈവായിട്ട് നിലനിൽക്കുന്ന സമയമാണ് ഈ MRSൻ്റെത്. അപ്പോൾ ഒരുപാട് അഭ്യൂഹങ്ങളൊക്കെ വരുന്നുണ്ട് എക്സാമിനേഷൻ ഡിസംബറിലാണെന്ന് പറഞ്ഞിട്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് സർക്കുലേറ്റ് ചെയ്ത ഒരു നോട്ടിഫിക്കേഷൻ ഇതാണ്. ഇതിന് ആധികാരികത ഉണ്ടോ ഇല്ലയോ എന്നതാണ് ഇപ്പം നിലനിൽക്കുന്ന ഒരു തർക്കം. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നോക്കുമ്പോൾ എനിക്കിതിന് ആധികാരികത വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് ഇവിടെ ഇത് CBSE ആണ് ഇവിടെ ഈ റിലീസ് ഇറക്കിയിരിക്കുന്നത്, ഈ നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഡയറക്ടറുടെ പേര് നോക്കിക്കേ, JK യാദവ്, ഡയറക്ടർ ഓഫ് CTET. അത് എനിക്കൊരു മിസ്മാച്ച് ആയിട്ട് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഫയൽ നമ്പർ പറഞ്ഞിട്ട് ഇവിടെ എവിടെയും ഒരു നമ്പർ പറയുന്നില്ല, ഇവിടെ എവിടെയും ഒരു നമ്പർ മെൻഷൻ ചെയ്യുന്നില്ല. ഇതുകൊണ്ട് തീരുന്നില്ലായിരുന്നു. ഏത് ലെറ്റർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലും, നോട്ടിഫിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലും കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റിക്ക് നമ്മൾ എന്ത് ചെയ്യും, അത് ഡെസ്പാച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പം ഇതിൻ്റെ അകത്ത് ഉള്ള ആൾക്കാരിൽ ഒരാൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഇതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള ഒരു ഭാഗമേ അല്ലാതായി നിലനിൽക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അപ്പം ഞാൻ നോക്കുമ്പം ഇതിന് ഒട്ടും ആധികാരികത ഇല്ലാത്തതായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഈ ഡേറ്റ് ഡിസംബർ 13, 14, 21 ഈ ഡേറ്റിന് കുറച്ച് പ്രത്യേകതയുണ്ട്. വേറൊന്നുമല്ല, ഇപ്പം കഴിഞ്ഞ വർഷം ഏകദേശം ഇതിന് മുമ്പ് MRSൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് 2023 സംതിങ്ങിലാണ്. ആ സമയത്തും അതിനോടനുബന്ധിച്ചും ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ സർക്കുലേറ്റ് ചെയ്തിരുന്നു. അതും ഫേക്ക് ആയിരുന്നു. അപ്പോൾ ഇത് ഫേക്ക് ആണോ അല്ലയോ എന്ന് സ്ഥിരീകരിക്കേണ്ടത്, ഫേക്ക് ആണെങ്കിൽ ഫേക്ക് ആണെന്ന് പറയേണ്ടത് CBSE ആണ്. കാരണം CBSEയുടെ പേരാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് സീരോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം CBSE ആണിത് പറയേണ്ടത്. ഇപ്പം നമ്മളിത് ഫേക്ക് ആണെന്ന് പറയുന്നില്ല, പക്ഷെ നമുക്ക് ഒരു ഡൗട്ട് ഇങ്ങനെ ഉണ്ട്. ആ ഡൗട്ട് നമ്മൾ നമ്മുടെ ഉദ്യോഗാർത്ഥികളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 23 അല്ലേ? ഒക്ടോബർ 23. ഇന്നിപ്പോൾ ഏകദേശം ഒക്ടോബർ 10 അടുക്കുന്നു. ഒക്ടോബർ 23, ഇനി 13 ദിവസം കൂടിയാണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ളത്, അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. പക്ഷേ എക്സാമിനേഷൻ പ്രാരംഭം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത്, ഞാനതാണ് ഡിസംബർ പ്രത്യേകത ഉണ്ടെന്ന് പറയുന്നത്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളും എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയം ഡിസംബർ, ജാനുവരി തന്നെയാണ്. അതുകൊണ്ട് ആണ് ഈ ഡേറ്റിന് പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ എക്സാമിന് അപ്ലൈ ചെയ്തവർ അതിനായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട സമയമായി. കോമ്പറ്റീറ്റീവ് ക്രാക്കർ TGT-യിലേക്കും PGT-യിലേക്കും ഒക്കെ അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് ടയർ 1ൻ്റെ കോച്ചിങ് നൽകുന്നുണ്ട്. ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്